ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1996. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി 169-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വിശുദ്ധനായ ഫിലിപ്പോസ് ശ്ലീഹായെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ. കഴിഞ്ഞ 2 ദിനങ്ങളിലായിട്ട് വിശുദ്ധന്മാരായ അന്ത്രയോസ് ശ്ലീഹായുടെയും പത്രോസ് ശ്ലീഹായുടെയും ഒപ്പം നമ്മൾ സഞ്ചരിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ ഒരു ഗലീല യാത്രയുടെ തുടക്കം. ആ ആരംഭത്തിലാണ് ഫിലിപ്പോസിനെ യേശു കണ്ടെത്തുന്നത്. എന്നെ അനുഗമിക്കുക എന്ന് യേശു ആദ്യമായിട്ട് ഒരാളോട് പറഞ്ഞത് ഫിലിപ്പോസിനോടാണ്. ആ കൽപ്പന കേട്ടതും അനുസരിച്ചതും ഫിലിപ്പോസാണ്. മീൻപിടുത്തക്കാരനാണ്. പശ്ചാത്തലമുണ്ട് ഫിലിപ്പോസിനും കുറച്ച് പുറകില്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾപ്പാൻ പോയ ഒരു സംഘമില്ലേ, അന്ത്രയോസും പത്രോസും സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും. ആ സംഘത്തില് ഫിലിപ്പോസും ഉണ്ടായിരുന്നു. അന്ത്രയോസും യോഹന്നാനും യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. ഫിലിപ്പോസിനെ ആവട്ടെ യേശു കണ്ടെത്തിയെടുക്കുകയായിരുന്നു. ഓർത്തു നോക്കിയോ, ഓരോരുത്തരും യേശുവിലെത്തുന്ന വ്യത്യസ്തമായ വഴികളും വിധങ്ങളും. ചിലരെ തേടി യേശു ഇറങ്ങുന്നുണ്ട്, ചിലരാവട്ടെ യേശുവിനെ തേടി ഇറങ്ങുന്നു. ഈ നല്ല ദിനം നമുക്കും ഒന്ന് അവനവനോട് ചോദിക്കാം, ഞാൻ യേശുവിനെ തേടുന്നുണ്ടോ എന്ന്. യേശുവിനെ തേടുന്നുണ്ടാവും, ഞാൻ എൻ്റെ ഭാഗം നിർവഹിക്കുന്നുണ്ടോ? ഫിലിപ്പോസ് ശ്ലീഹ വിസ്മൃതിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു അപ്പോസ്തോലനാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 ഇടങ്ങളിലുണ്ട് ഫിലിപ്പോസ് ശ്ലീഹ. സാധിക്കുമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തി വായിക്കാനായിട്ട് ഒന്ന് മെനക്കെടണമേ. അതിലാദ്യത്തേത് ഫിലിപ്പോസ് തന്റെ സ്നേഹിതനായ നഥാനിയേലിനെ കാണുന്നതാണ്. യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം, അല്ലെങ്കിൽ യേശു തന്നെ കണ്ടെത്തിയതിനു ശേഷം തന്റെ സ്നേഹിതനായ നഥാനിയേലിനെ കാണുകയാണ്. അയാളാവട്ടെ സംശയശീലനും ഏതാണ്ടൊരു ഏകാന്ത സ്വഭാവിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നഥനയേലിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ, നസ്രയത്തിൽ നിന്നാണ്, അവിടുന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഫിലിപ്പോസിന്റെ ഒരു ക്ലാസ് മറുപടിയുണ്ട്, നീ വന്നു കാണുക. അതൊരു ക്ഷണവും കൂടിയാണ് കേട്ടോ. അതൊരു ഉത്തരം മാത്രമല്ല, ഒരു ആഹ്വാനം കൂടിയാണ്. രണ്ടാമത്, ഇതേ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ ഒരു വലിയ ജനതയ്ക്ക് വിശന്നെന്ന് യേശുവിന് ബോധ്യമായപ്പോൾ ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് നമ്മൾ എങ്ങനെ അപ്പം കൊടുക്കുക? യേശുവിന് എന്താണ് പദ്ധതി എന്നൊക്കെ ഉള്ളിൽ അറിയാമായിരുന്നെങ്കിലും ഫിലിപ്പോസിനെ ഒന്ന് അളക്കാനും പരീക്ഷിക്കാനും വേണ്ടി ചോദിച്ചതാണ്. ഫിലിപ്പോസിന് നല്ലൊരു മറുപടിയുണ്ട്. 3-ാമത്തെ രംഗം ഇങ്ങനെ പെസഹ പെരുന്നാളിന്റെ നാളുകളിൽ യെരുശലേമിലെത്തിയ കുറച്ച് ഗ്രീക്കുകാർ യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുകയും ഫിലിപ്പോസിലേക്ക് എത്തുകയും ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ ചേർന്ന് യേശുവിലേക്ക് എത്തുകയും ചെയ്യുന്ന സംഭവം. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് 14-ാം അധ്യായത്തിൽ യേശുവിന്റെ വചനമുണ്ട്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്തേ എന്നെ അറിയാതെ പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് ഫിലിപ്പോസിന് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. എൻ്റെ നിങ്ങളുടെയും ഒക്കെ പേര് ചേർത്ത് ഒന്ന് മാറ്റി എഴുതി യേശുവിൻ്റെ ആ മൊഴി വായിച്ചും ചെവികളിലും ഹൃദയത്തിലും കേൾക്കേണ്ടതുമാണ്. ഈ കാലം അത്രയും കൂടെ ആയിരുന്നിട്ടും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഒരു യേശു സാന്നിധ്യത്തെ അവഗണിച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അതിനെ ഒന്ന് തിരികെ പിടിക്കാനായിട്ട് സ്വന്തം ജീവിതം കൊണ്ട് ഫിലിപ്പോസ് ശ്ലീഹ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അതെ, യേശു സാന്നിധ്യ ബോധത്തെ നമുക്ക് നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ഒപ്പമായിരിക്കാനായിട്ട് ഈ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ കൂട്ടുചേർന്ന് നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.